സ്നേഹം വീഡിയോയിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അജ്ഞതയെക്കുറിച്ച് മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ള മഹത് വചനങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ അജ്ഞതയിൽ നിന്ന് മോചനം നേടുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അജ്ഞതയുടെ സന്താനമാണ് വീരാരാധന എന്നാണ് ഫ്രാങ്ക്ലിൻ പറയുന്നത്. അപ്പോൾ അമിത വീരാരാധനയുടെ പുറകെ പോകുന്നത്, സിനിമാ താരങ്ങളുടെ ഒക്കെ പുറകെ അമിതമായിട്ട് പോകുന്നത്, രാത്രിയും പകലും ഇരുന്ന് ഇവരെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക നമ്മുടെ അജ്ഞതയുടെ ഭാഗമാണ്. നമ്മൾ തന്നെ ഇത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. നാം നമ്മുടെ അറിവ് വെളിപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ അജ്ഞതയുടെ പാരമ്പര്യം നമുക്ക് വെളിപ്പെടുത്തുക എന്നാണ് ഡെറ്റൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് വെളിപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിവ് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹവും നമ്മുടെ അജ്ഞത മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വളരെ വളരെ മനോഹരമായൊരു വാക്യമാണ്. പ്ലേറ്റോ പറയുന്ന അജ്ഞനായിരുന്നിരിക്കുന്നതിലും ഭേദം ജനിക്കാതിരിക്കുന്നതാണ്. അജ്ഞത ദൗർഭാഗ്യത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ മനുഷ്യൻ ജനിക്കുന്ന നിമിഷം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ ഓരോന്നും ഒബ്സർവ് ചെയ്യുന്നു, കാണുന്നു, പഠിക്കുന്നു. അതാണ് അവൻ്റെ കഴിവ് മനുഷ്യൻ്റെ കഴിവ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നാണ് പ്ലേറ്റോ പറയുന്നത്. നീഷയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ദുർബലതയിൽ നിന്ന് ജനിക്കുന്നതെല്ലാം അജ്ഞതയാണ്. അപ്പോൾ ദുർബലതയല്ല മനുഷ്യനെ നയിക്കേണ്ടത്, ശക്തിയും ധൈര്യവും ഇച്ഛാശക്തിയുമാണ്. അജ്ഞനെ വാദത്തിലൂടെ തോൽപ്പിക്കുക അസാധ്യമാണ്. വില്യം മാക്സ് പറയുന്നതാണ്. അപ്പോൾ വാദിച്ച് തോൽപ്പിച്ചിട്ട് പൊട്ടനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അജ്ഞത ദൈവശാപമാണ്, ജ്ഞാനം സ്വർഗത്തിലേക്കുള്ള പറക്കുന്ന ചിറകാണ് ഷേക്സ്പിയർ പറയുന്നത്. അജ്ഞത എന്ന് പറയുന്നത് ദൈവശാപമാണ്, ജ്ഞാനം സ്വർഗത്തിലേക്ക് പറക്കാനുള്ള ചിറകാണ്. കൺഫ്യൂഷ്യസ് പറയുന്നത് അജ്ഞതയുടെ കുറവുകൾ കണ്ട് ചിരിക്കരുത്, നിങ്ങളുടെ കുറവുകൾ അവർക്കൊരു തമാശയായി തീരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ അജ്ഞത കണ്ട് നമ്മൾ ചിരിക്കേണ്ടവരല്ല. നിങ്ങളുടെ അറിവും അവർക്ക് ഒരു തമാശയായിട്ട്, മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വലിയ അറിവുണ്ടെന്ന് പറയുന്നത്, അതുപോലെ നിങ്ങളുടെ കുറവുകൾ അവർക്ക് എന്താണ് തമാശയായിട്ട് മാറും. അല്പജ്ഞാനം അപകടമെങ്കിൽ അപകട മേഖലയ്ക്ക് പുറത്തു കിടന്ന മനുഷ്യനെവിടെ? അപ്പോൾ അല്പജ്ഞാനം, ഏതിൽ നിന്നും അല്പജ്ഞാനമെങ്കിലും നമ്മൾ സമ്പാദിക്കണം. അത് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടുള്ള അറിവല്ല നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ബോധ്യം ലഭിക്കണമെന്നാണ് തോമസ് ഹസ്ലി പറയുന്നത്. അജ്ഞരാണെന്നുള്ള കാര്യം അറിയാതിരിക്കുന്നതാണ് അജ്ഞതയുടെ ദുരന്തഫലം. എ ബി അൽക്കോട്ട് പറയുന്നതാണ്. അജ്ഞരാണെന്ന കാര്യം അറിയാതിരിക്കുന്നതാണ് അജ്ഞതയുടെ ദുരന്തഫലം. അപ്പം ഞാൻ അജ്ഞതയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മോചനം നേടുവാനായിട്ടുള്ള നിരന്തരമായൊരു പരിശ്രമം നമുക്ക് വേണം. സ്വാമി വിവേകാനന്ദൻ പറയുന്ന അവിദ്യയെ നീക്കം ചെയ്യുവാൻ അനാദിയായ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരമാകും നീക്കം ചെയ്താൽ. അപ്പോൾ അവിദ്യയെ നീക്കം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം നേടുന്നത്. അപ്പോൾ അറിവ് സമ്പാദിക്കാൻ, ഓരോ ദിവസവും അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കണം, അറിവിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കണം, ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അജ്ഞതയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഓരോ ദിവസവും അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ള അങ്ങയുടെ അറിവിൽ നിന്ന് കൂടുതൽ കൂടുതൽ പഠിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അജ്ഞത ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ധൈര്യപൂർവ്വം ശക്തിപൂർവ്വം മുന്നോട്ട് പോകുവാനായുള്ള കൃപാവരം ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളിലേക്കും നൽകണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.